മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിലെ ആദിമസഭയിലെ റോമ സാമ്രാജ്യത്തിലെ രക്തസാക്ഷികളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. AD 64 റോമ സാമ്രാജ്യത്തിൽ വലിയ തീപിടുത്തമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ആരോപണം നീറോ ചക്രവർത്തിയുടെ മേളിലായി. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ആ കുറ്റം മുഴുവനും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തുകയും അവരെ പിടിച്ചുകെട്ടി അവരെ ശക്തമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. അവരുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ അവരുടെ വിശ്വാസം ത്യജിച്ച് അവർക്ക് രക്ഷപ്പെട്ടു പോകാം, അല്ലെങ്കിൽ അവർക്ക് മരണത്തിന് കീഴ്വഴങ്ങും. ക്രിസ്തുമതം ഉപേക്ഷിച്ച്, ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള സാധ്യതകൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ആ ധീരതയോടെ അവർ ആ സാഹചര്യങ്ങളെ നേരിടുകയും ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ അവർ ധീരതയോടെ രക്തസാക്ഷിത്വം വരിച്ചു. അവരെയാണ് പ്രത്യേകമായി പരിശുദ്ധ ബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് അവർ ജീവിച്ചു. അതായത് അവരുടെ മരണത്തേക്കാൾ ശക്തമായിരുന്നു അവരുടെ വിശ്വാസ ജീവിതം. പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് തരുന്നൊരു വലിയ സന്ദേശമുണ്ട്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് തിരുനാൾ. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലും ഇത് തന്നെയാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും ശിഷ്യന്മാർ ഓടിച്ചെന്ന് ഈശോയോട് പറയുകയാണ്, ഈശോയെ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിഭാഗം ആളുകൾ മുക്കുവന്മാരായിരുന്നു. കടലിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നവർ, കടലിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്നവർ, മിക്ക ദിവസവും കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരായിരുന്നു. പക്ഷെ ഇതുപോലൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അവരുടെ ജീവിതത്തിൽ മരണം മുൻപിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഓടിച്ചെന്ന് ഈശോയോട് പറയുന്ന കാര്യം ഇതാണ്: ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ, കടബാധ്യതകൾ, രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ശക്തിയില്ലാത്തവരായിട്ട് മാറാറുണ്ട്. അവിടെയൊക്കെ എപ്പോഴും ഓടിച്ചെല്ലാനും സഹായം അഭ്യർത്ഥിക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ ദൈവം സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് അടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രം കർത്താവിലേക്ക് ഓടിച്ചെല്ലാതെ ജീവിതത്തിൻ്റെ ശാന്തമായ നിമിഷങ്ങളിലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ കർത്താവിനോട് ചേർന്ന് കർത്താവിനും സഹായം അഭ്യർത്ഥിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിൽക്കും. പക്ഷേ വചനം നമുക്ക് തരുന്ന കാര്യം ഇതാണ്: ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും അവൻ്റെ സങ്കടങ്ങളിലുമൊക്കെ എപ്പോഴും അവൻ ആശ്വാസം നൽകുന്നത് ദൈവം തന്നെയാണ്. അതായത് അവൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ദൈവമാണ്. ഈ ഒരു വലിയ ബോധ്യം നമ്മളിലുണ്ടെങ്കിൽ, അതായത് എൻ്റെ കൂടെയുള്ളവൻ സർവശക്തനായവനാണ്, ആ ദൈവത്തിൻ്റെ ഉണ്ടാകുമ്പോൾ ആ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ ഈ ശിഷ്യന്മാരെ തിരുത്തുന്നത് കാണാൻ പറ്റും. അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുക. അതായത് ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ രാഹിത്യം. അതായത് ഇതുപോലെ സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ, നിങ്ങളെ രക്ഷിക്കുവാനായ ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവിനെയാണ് ഈശോ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അതായത് അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ സമാനമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് നമ്മോട് പറയുന്ന കാര്യമുണ്ട്: ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ കൂടെയുള്ളത്.
സകലത്തിനെയും പരിപാലിക്കുകയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാത്തിനെയും ശക്തമായി നടത്തിക്കൊണ്ടു പോകുന്ന സർവശക്തനായ ദൈവമാണ് നിൻ്റെ കൂടെയുള്ളത്. ഇസ്രായേൽ ജനതയുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്ന കാര്യമാണ്, ശക്തനായവനാണ് നിൻ്റെ കൂടെ നടക്കുന്നത്. ശക്തനായവനാണ് നിൻ്റെ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്നാണ് ഇസ്രായേൽ ജനതയോട് മോശ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും ഇതുപോലെ ആഴമായ ഒരു ബോധ്യം കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അത്ഭുതകരമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെടും. വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്. ഒരു രാജാവ് ഒരു ഏറ്റവും ശാന്തമായ ഒരു ചിത്രരചനാ മത്സരത്തിന് തുടക്കം കുറിക്കുകയാണ്. അതായത് ചിത്രരചന ആൾക്കാരോട് പറയുകയാണ്, പടം വരയ്ക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ശാന്തമായ ഒരു സാഹചര്യം നിങ്ങൾ വരച്ചെടുക്കുക. ഒത്തിരിയേറെ ആളുകൾ ശാന്തമായി ഒഴുകുന്ന പുഴ അല്ലെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വരച്ചു വെച്ചു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ രാജാവിനെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചിത്രകാരൻ വരച്ചത് അതിശക്തമായി ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ അവിടെ ശക്തമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു കുഞ്ഞ് ഒരു കിളിക്കൂട് കൂട്ടിയിട്ടുണ്ട്. അവിടെ ശാന്തമായിട്ട് ഉറങ്ങുന്ന ആ കിളിയെയും ആ ചിത്രകാരൻ വരച്ചു വെച്ചു. ഇതാണ് രാജാവ് സെലക്ട് ചെയ്ത ആ ഒരു പിക്ചർ. ഇതുതന്നെയാണ് ഒരു ക്രൈസ്തവ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവം. ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ശാന്തമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയാനും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ട എല്ലാ കൃപകളും ദൈവം സമർത്ഥമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയട്ടെ. ആമേൻ.